കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന വിത്തുകൾ മൊത്തം ഞങ്ങൾ പാകിയായിരുന്നു. ഇപ്പോൾ 1.5 മാസമായി ഞങ്ങൾ വന്നിട്ട്. എല്ലാം ഇതേ പടരാൻ തുടങ്ങിയത് കുമ്പളമാണേ. നെയ്ക്കുമ്പളമുണ്ട്, വലിയ കുമ്പളമുണ്ട്. കോവൽ ഇത് നീളമുള്ള കോവയ്ക്കായതുകൊണ്ട് ഉരുണ്ടിരിക്കുന്ന കോവയ്ക്കുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് പടത്തി വിട്ടു. ഇതൊക്കെ പടന്ന് കായ്ച്ച് കാണാനുള്ള ആഗ്രഹത്തിനിട്ടാ. ഇതൊന്നും പറിക്കാൻ ഞങ്ങളിവിടെ കാണുകയല്ല. ഞങ്ങൾക്ക് മെയ് ആകുമ്പോഴത്തേക്കും തിരിച്ചു പോകും. പക്ഷേ ഇതൊക്കെ പടന്ന് കായ്ച്ച് കാണാനുള്ളൊരു ആഗ്രഹത്തിന് നമുക്കിവിടെ നാട്ടിൽ തന്നെ നിൽക്കാനൊന്നും പറ്റത്തില്ല. റബ്ബർ കർണാടകയിലല്ലേ, പോയേ പറ്റൂ. ഇനി 7-8 മാസം കഴിഞ്ഞേ തിരിച്ചു വരാനും പറ്റൂ. സങ്കടമായതെല്ലാം കായ്ച്ച് കണ്ടേച്ചിട്ട് പോകാനായിട്ട്. ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പറിച്ച് എടുത്ത് കറിയൊക്കെ വെക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ നടക്കുകയില്ല. കർണാടക വെള്ളരിയിട്ട് കാഴ്ച മുഴുവൻ കുരങ്ങൻ പറിച്ചു തിന്നു. ഇവിടെ പിന്നെ കുരങ്ങ് പറിക്കുമെന്ന് ഓർക്കണ്ട. വെള്ളരിക്ക ആയി വരുന്നുണ്ട്. ജീവാമൃതം 15 ദിവസം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ സമൂലം എല്ലാം കൂടെ ഇട്ട് അത് കിളുക്കുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം പയറുണ്ട്, പാവലുണ്ട്, കുക്കുംബറുണ്ട്. പക്ഷെ ഒന്നും കിളുക്കാതെ പോയിട്ടില്ല. എല്ലാം നല്ല എനർജറ്റിക് ആയിട്ട് കയറി വരുന്നുണ്ട്. ഞങ്ങളതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പന്തലൊക്കെ ഇട്ടു. കർണാടക കൂടുതലായിട്ട് കണ്ടുവരുന്ന സാധനം ഇത്. എത്രയും പെട്ടെന്ന് കായ്ക്കുന്നത് 40 ദിവസമായിട്ടേ ഉള്ളൂ. പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുന്ന കുക്കുംബർ പോലത്തെ. കേരളത്തിൽ ഇതിന് ചിലവുണ്ടോയെന്ന് അറിയത്തില്ല. കർണാടക ഇത് കൂടുതലോ. ഇത് പിന്നെ ഞങ്ങളിട്ട് തണ്ണിമത്തൻ്റെ തൈ ആണോ എന്നൊരു ഡൗട്ടുണ്ട്. എല്ലാം കുഴിച്ചിട്ടായിരുന്നു. കുമ്പളമുണ്ട്, വെള്ളരിയുണ്ട്, മത്തയുണ്ടായിരുന്നു, തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. ഈ കായ്ച്ച മാത്രമേ അറിയത്തുള്ളൂ. പയറുണ്ട്. തന്നെ കയറി പിടിക്കുമെന്നാണ് തോന്നുന്നത്. എന്തുവാട്ടെ. മാവൊക്കെയാണെങ്കിൽ ഞങ്ങൾ വന്ന് സംരക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് തളിര് വരുന്നത്. മറ്റേ തളിരൊക്കെ വന്നിട്ട് കറുത്ത കളറായിട്ട് പൊഴിഞ്ഞു പോകുമായിരുന്നു. ഒന്നും പിടിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം അടുത്ത സ്റ്റെപ്പായിട്ട് കയറി വരുന്നുണ്ട്.